കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ലോകമെങ്ങും അറിയപ്പെടുന്ന വലിയൊരു മിസ്റ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട യുഗങ്ങൾ, അദ്ദേഹം സഹിച്ച സഹനങ്ങൾ അത് അവർണ്ണനീയമാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ വീട്ടുതടങ്കിലായിരിക്കുന്ന സമയം, ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് അദ്ദേഹം വീട്ടുതടങ്കിലായിരിക്കുന്നത്. അങ്ങനെയിരിക്കെ പുതിയ ആശ്രമാധിപൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സമയം ആശ്രമ അംഗങ്ങൾക്ക് തങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു നല്ല അവസരമാണ്. പലരും അവരുടെ സ്വകാര്യ ഇഷ്ടങ്ങൾ പങ്കുവച്ചു. വീട്ടു തണങ്കിലുള്ളവർ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുക ആ തണങ്കിൽ നിന്ന് മോചനമാണ്. ഇവിടെ തണങ്കിലായിരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ, അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു ചെറിയ പേനയും കുറച്ച് വെള്ളക്കടലാസുമാണ്. അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനചിന്തകൾ കൃതികളായി രൂപാന്തരപ്പെട്ടു. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം അങ്ങനെ വിരചിതമായി. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സഞ്ചാരികൾക്ക് വളരെയധികം ചേർത്ത് പിടിക്കാവുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥമായിരുന്നു അത്. എല്ലാം ശരിയായിട്ട് എഴുതാമെന്ന് കരുതിയാൽ ഒരു കാര്യവും എഴുതാൻ പോകുന്നില്ല. ദൈവം തരുന്ന ചെറിയ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുക. ജീവിതത്തിൻ്റെ അങ്ങേയറ്റത്ത് രക്ഷകനുള്ളതിനാൽ ഏത് ചെറിയ വെളിച്ചത്തിലും നമുക്ക് സഞ്ചരിക്കാനാകും. ഇസ്രായേൽക്കാർ ചെങ്കടൽ കടക്കുന്ന അനുഭവം എടുക്കുക. മോശ നേതാവായി മുന്നിൽ നിന്ന് നയിക്കുകയാണ്. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോയുടെ സൈന്യവും, കൂടെ പിറുപിറുക്കുന്ന ജനവും. ജനത്തിൻ്റെ ശകാര വാക്കുകൾ കേട്ട് ഹൃദയം തകർന്നെങ്കിലും മോശ അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഇന്ന് നിങ്ങൾ കാണും. ഇത് പറയുമ്പോഴും ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മോശയ്ക്ക് വ്യക്തതയില്ല. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ സഞ്ചരിച്ചവൻ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് മോശയ്ക്ക് വ്യക്തതയില്ല. അവൻ ദൈവത്തെ വിളിച്ച് കരയുകയാണ്. പുറപ്പാട് 14:15 ദൈവം പറയുകയാണ്, നീ എന്തിന് കരയുന്നു? ജനത്തോട് മുന്നോട്ട് നീങ്ങാൻ പറയുക. മുന്നോട്ട് നീങ്ങാൻ പറയുമ്പോഴും വാഗ്ദാന പേടകത്തിൻ്റെ ഈ കുറ്റി എവിടെ അടിക്കുമെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു. അവർ കടലിനെ സമീപിക്കുമ്പോഴും തിരമാലയുടെ ആഞ്ഞടിക്കലിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു നിമിഷം ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ വടിയെടുത്ത് കടലിന് നേരെ നീട്ടുക. തെക്കൻ കാറ്റയച്ച് ദൈവം ഈ കടലിനെ പിളർക്കുകയാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ കുറ്റിയടിക്കാനുള്ള സ്ഥലം ദൈവം കാണിച്ചു തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം നോക്കിയിരുന്ന് സമയം പാഴാക്കുന്നവരാണ് അധികവും. രോഗം ദൈവം മാറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കാം. മകളുടെ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞ് ദൈവത്തിലേക്ക് വരാം. 60 വയസ്സ് കഴിഞ്ഞിട്ട് ദൈവ ശുശ്രൂഷയ്ക്കായി രംഗത്തേക്ക് ഇറങ്ങാം. വീട് പണിയുടെ കടം കൂടി വീട്ടിയിട്ട് നല്ല ജീവിതം ആരംഭിക്കാം. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. സഭാപ്രസംഗകൻ 11:4. ഇതാണ്, ഇന്നാണ്, ഈ സമയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസരം. അനുദപിക്കാനും തിരിച്ചു വരാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവത്തിന് വേണ്ടി സാക്ഷികളാകുവാനും ഇതാണ് നല്ല സമയം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കർത്താവ് നൽകുന്ന പ്രത്യാശയെ പ്രതി ഇറങ്ങിത്തിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.